ഉത്തരേന്ത്യയിലെ ഒരു RSS നേതാവ് കോടികൾ പ്രഖ്യാപിച്ചു ഒരാളുടെ തല വെട്ടിക്കൊണ്ടുവന്നാൽ. ആരുടെ തല വെട്ടിക്കൊണ്ടുവരാനാ പ്രഖ്യാപിച്ചത്? പിണറായി വിജയന്റെ തല മുറിച്ചുകൊണ്ടുവരാനാണ് പറഞ്ഞത്. എല്ലാവർക്കും പറഞ്ഞുകൂടെ? മലബാറിലൊക്കെ RSSും BJPയും വളരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള സമരത്തിലും ചെറുത്തുനിൽപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട CPIMന്റെ എത്ര സഖാക്കളുടെ ജീവനാണ് ബലിയർപ്പിക്കേണ്ടി വന്നത്? അങ്ങനെ വല്ലതും ഉള്ള ചരിത്രം RSSനെതിരാണെന്ന് അവകാശപ്പെടുന്ന മറ്റേതെങ്കിലും പാർട്ടികൾക്ക് അങ്ങനെ ഒരു ചെറുത്തുനിൽപ്പ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഡീലുകളും ഉണ്ടായിട്ടുണ്ട്, ജനസംഘവുമായിട്ടും ഒരു ഡീലുണ്ടായിട്ടുണ്ട്. അതിന്റെ ചരിത്രം ഞാനിപ്പോൾ പറയുന്നില്ല, അത് ആവശ്യമാണ് ഞങ്ങൾ പൊതുവിൽ പറയും. EMSനെ തോൽപ്പിക്കാൻ ദീനദയാൽ ഉപാധ്യായാണ് അന്ന് 60-ൽ 4 ജനസംഘ സ്ഥാനാർത്ഥികളെ കേരളത്തിൽ പ്രഖ്യാപിച്ചു. ദീനദയാൽ ഉപാധ്യായ വന്നിട്ട് അതിലൊന്ന് EMS മത്സരിക്കുന്ന മണ്ഡലത്തിലായിരുന്നു 1960-ൽ. അപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ദീനദയാൽ ഉപാധ്യായ പോയി കണ്ടിട്ട് പറഞ്ഞു, നമ്മുടെ ലക്ഷ്യം ഒന്നാണ്, കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കുക, EMSനെ തോൽപ്പിക്കുക, നമ്മൾ സഹകരിക്കണം. ഒടുവിൽ ദീനദയാൽ ഉപാധ്യായ പിൻവലിച്ചു, EMSനെതിരായിട്ടുള്ള ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. അതാണ് ആദ്യത്തെ ഡീല് 1960-ൽ. 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതേ ഡീല് തുടർന്നു. EMSനെതിരായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജനസംഘം പിന്തുണ കൊടുത്തു. പക്ഷെ അത് പരാജയപ്പെട്ടു, EMS ജയിച്ചു. AKGക്കെതിരായിട്ട് പാലക്കാട്ടെ RSSന്റെ കാര്യവാഹക് TC ഗോവിന്ദനെയാണ് സംയുക്ത സ്ഥാനാർത്ഥിയാക്കിയത്, കോൺഗ്രസ് പിന്തുണ കൊടുത്തത് AKGക്കെതിരായിട്ട്. അന്ന് ലോക്സഭാ മണ്ഡലത്തിലൊക്കെ വോട്ട് കുറവാണ്. 1,77,000 വോട്ടാണ് AKGക്ക് കിട്ടിയത്. കോൺഗ്രസിനും RSS കാര്യവാഹ് TC ഗോവിന്ദനും കൂടെ ചേർന്നിട്ട് 1,52,000 വോട്ട്, 1,22,000 വോട്ട് കിട്ടി. ഓർമ്മയെന്ന് പറയുക. അപ്പൊ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ AKG അവിടെ നിന്ന് ജയിച്ചു. അപ്പൊ EMSനും AKGക്കുമെതിരായി ജനസംഘവുമായിട്ട് ഡീലുണ്ടാക്കി തുടങ്ങിയ ചരിത്രമുള്ള കോൺഗ്രസ് ഇപ്പോൾ പിണറായി വിജയൻ ഡീലുണ്ടാക്കുന്നു എന്ന് പറയുന്നു. RSSന്റെ നേതാവ് ഉത്തരേന്ത്യയിൽ നിന്ന് പ്രഖ്യാപിക്കുന്നു, പിണറായി വിജയന്റെ തല മുറിച്ചുകൊണ്ട് വന്നാൽ ₹1 കോടി ഇനാം കൊടുക്കാമെന്ന്. ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം ചില രാഷ്ട്രീയ സംസ്കാരം പുലർത്തിക്കൊണ്ട് വേണം നടത്താൻ എന്നൊരു അഭിപ്രായമുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് പൊടുന്നനെ എന്നെ പലരും വിളിച്ചു ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി. എന്താ? വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി, വലിയ നഷ്ടങ്ങൾ, ആൾനാശമൊക്കെ ഉണ്ടായി. അതിന് അവിടെ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പിരിച്ച ഫണ്ട് എവിടെ പോയി, അതിന്റെ കണക്കെന്താണ് എന്ന് കുറെ കാലമായി ചോദിച്ചിട്ട് ആരും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ വളരെ പ്രഗത്ഭനാണ്. അദ്ദേഹം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ചേർന്ന് നിർമ്മിക്കാവുന്ന എണ്ണത്തിൽ കൂടുതൽ വീടുകൾ അദ്ദേഹം നിർമ്മിച്ചു. അദ്ദേഹത്തിന്റെ അവതരണ ശൈലിയിലുള്ള മേന്മ കൊണ്ട്. അങ്ങനെയാണ് നമുക്ക് എത്ര വീടുകൾ വേണമെങ്കിലും ഈ മൈക്കിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിർമ്മിക്കാം. അങ്ങനല്ലല്ലോ. അപ്പം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഒരു സംഭാവനയും കൊടുക്കരുതെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ മറ്റുദ്യോഗസ്ഥർ നിഷ്പക്ഷർ അവരൊക്കെ സംഭാവന ചെയ്യുമ്പോൾ ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് പ്രചരിപ്പിച്ചിട്ടാണ് പ്രത്യേകം ഫണ്ട് സമാഹരിച്ചത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും. CPIM ആകട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നേരിട്ട് സംഭാവന ഞങ്ങൾ ഓരോരുത്തരും കൊടുത്തിട്ടുണ്ട്. ഞാനും ബെറ്റിയും കൂടെ ഞാൻ കിട്ടുന്ന പെൻഷന്റെ ഒരു ഭാഗം പിണറായിക്ക് കൊണ്ടുപോയി കൊടുത്തു. നേരിട്ട് കൊടുക്കാനുള്ള സൗകര്യം ഉപയോഗിച്ച് പാർട്ടി ഫണ്ടിലേക്കല്ല കൊടുത്തത്, നേരിട്ട് തന്നെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. പക്ഷെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഇന്ത്യയിലാകെ ആഹ്വാനം ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് സ്വാധീനമൊന്നും പാർട്ടിക്കില്ല, പിന്നെ അതിസമ്പന്നന്മാരുമായിട്ട് ഒരുപാട് ബന്ധവും പാർട്ടിക്കില്ല. അങ്ങനെ സമാഹരിച്ച പൈസ മുഴുവൻ വെട്ടിച്ചിരിക്കുന്നുവെന്നാണ് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഇന്നലെ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി ഒരു ടെലിവിഷൻ ചർച്ചാവേളയിൽ വെളിപ്പെടുത്തിയത്. അപ്പൊ അവിടെ ഇരുന്ന സഖാവിന് പാർട്ടി അങ്ങനെ ഒരു വെട്ടിപ്പ് നടത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ബന്ധപ്പെട്ടിട്ട് ഇന്നലെ രാത്രി തന്നെ ഞാനത് ട്വീറ്റ് ചെയ്തു, എന്താണ് യഥാർത്ഥത്തിലുള്ള കാര്യം എന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ ഡൽഹിയിൽ വന്ന പൈസ, കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ വന്ന പൈസ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കുകയും അവിടെ നിന്ന് അത് പൈസ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് അതടക്കം
ട്വീറ്റ് ചെയ്തതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്രചാരവേലയെക്കുറിച്ച് എന്താ പറയേണ്ടത്? പ്രചരണ പ്രവർത്തനങ്ങളെ വളരെ ഹീനവും നിന്ദ്യവും തൃശ്ശൂർ ഒരുപാട് കാലം ജീവിച്ചൊരു കവിയുടെ വരികൾ, മാനഭംഗം എന്ന് പറയുന്ന കവിതയിൽ വൈലോപ്പിള്ളിയുടെ വരികളുണ്ട്. മാനഭംഗം എന്ന കവിതയിൽ അദ്ദേഹം അഴുകുമീ അസത്യമാം വിഷത്തിനാൽ പുതയ്ക്കുകയോ എന്നൊരു പ്രയോഗം വൈലോപ്പിള്ളി നടത്തിയിട്ടുണ്ട്. അപ്പോ അഴുകുന്ന അസത്യമാകുന്ന വിഷം, അത് പ്രചരണത്തിന് പലരും ആശ്രയിക്കുന്നുണ്ട്. അത് RSSും BJPയുമാണ് അത് ഏറ്റവും കൂടുതൽ അത്തരം അസത്യ പ്രചാരണ രീതികൾ അവലംബിക്കുന്നത്. അവരെത്ര അസത്യ പ്രചരണ രീതികൾ അവലംബിച്ചാലും അതിൽ അവരോട് മത്സരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും പോവുകയില്ല. പക്ഷെ നിർഭാഗ്യവശാൽ UDF അതിനൊരുമ്പെടുന്നു. അപ്പോൾ ഗീബൽസ് ആണ്, ഹിറ്റ്ലറിന്റെ പ്രചരണ വകുപ്പ് മന്ത്രിയായിരുന്ന ഗീബൽസ് ആണ് ഈ നുണ ആവർത്തിച്ച് പറഞ്ഞാൽ ജനങ്ങൾ കുറെ പേരെങ്കിലും അത് സത്യമാണെന്ന് വിശ്വസിക്കുമെന്ന് പറഞ്ഞത്. ഗീബൽസിനെങ്ങാനും പുനർജന്മം ഉണ്ടായാൽ വെറ്റിലയും പാക്കുമായി പോയിട്ട് ഇവരുടെ എല്ലാം കാലിൽ വെച്ച് വണങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്.